പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫിത്നത്തുൽ ഖബരി മിൻ സലാസിൻ മിനൽ ഗീബത്തി വൻ നമീമത്തി വൽ ബൗലി. ഖബറിലെ ഫിത്ന 3 കാര്യത്തിലാണ്. 1 ഗീബത്ത്, പരദൂഷണം പറയുക. 2 നമീമത്ത്, ഏഷണി പറയുക. 3 മൂത്രവിസർജ്യം നടത്തിയാൽ പരിപൂർണമായും ശ്രദ്ധയോടെയും ശുദ്ധീകരിക്കാതിരിക്കുക. ഇതിൻ്റെ വിശദീകരണത്തിൽ മഹത്തുക്കൾ പറയുന്നു, ഖബർ ശിക്ഷയെ ഗീബത്ത്, നമീമത്ത്, മൂത്രശുദ്ധീകരണം എന്ന 3 കാര്യങ്ങൾ പരിമിതപ്പെടുത്താനുള്ള കാരണം, ശിക്ഷകൾ നാളെ പരലോകത്ത് 2 രീതിയിലാണ്. ഒന്ന്, അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആദ്യമായി പരലോകത്ത് ചോദ്യം ചെയ്യുന്നതും തീർപ്പ് കൽപ്പിക്കുന്നതും നിസ്കാരത്തിൻ്റെ വിഷയത്തിലാണ്. നിസ്കാരത്തിൻ്റെ തുടക്കം തന്നെ നജസിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകലാണ്. അതുകൊണ്ടാണ് മൂത്രശുദ്ധീകരണത്തിൻ്റെ പേരിൽ ഖബറിൽ ഇത്രയധികം ശിക്ഷിക്കുവാൻ കാരണം. രണ്ടാമത്, അടിമകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിനാദ്യം തീർപ്പ് കൽപ്പിക്കുന്നത് രക്തച്ചൊരിച്ചിലിൻ്റെ വിഷയമാണ്. ഗീബത്തും നമീമത്തും രക്തച്ചൊരിച്ചിലിൻ്റെ പ്രാരംഭ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ആ പേരിലും ശുദ്ധീകരിക്കുന്നത്, ശിക്ഷ നൽകുന്നത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ.